ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്താണ് കുടുംബം? കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന പഴമൊഴി വെറും വിരോധാഭാസമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ക്രിസ്തു കേന്ദ്രീകൃതമായ കുടുംബങ്ങളെയാണ് നാം വിശകലനം ചെയ്യേണ്ടത്. യേശുവിൻ്റെ തിരുഹൃദയ സാന്നിധ്യമാണ് ക്രിസ്തീയ കുടുംബങ്ങളെ മറ്റു കുടുംബങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോഴാണ് കുടുംബം ഭൂമിയിലെ സ്വർഗമായി മാറുന്നത്. പിതാവായ ദൈവം സ്ഥാപിച്ചതും പുത്രനായ ദൈവം ആശീർവദിക്കുന്നതും പരിശുദ്ധാത്മാവായ ദൈവം നയിക്കുന്നതും നവീകരിക്കുന്നതുമാണ് കുടുംബം. നീതിമാനായ വിശുദ്ധ യൗസേപ്പ് പിതാവും ദൈവകൃപ നിറഞ്ഞ പരിശുദ്ധ കന്യാമറിയവും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്ന ഉണ്ണിയേശുവും അടങ്ങുന്നതാണ് തിരുക്കുടുംബം. ആ തിരുക്കുടുംബ മാതൃകയിലേക്ക് വളരാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടെന്ന് നാം ഉറപ്പുവരുത്തണം. യേശുവിൻ്റെ തിരുഹൃദയം ഈശോയുടെ സ്നേഹത്തിൻ്റെ അടയാളമാണ്. കാനായിലെ വിവാഹ വിരുന്നിലെ പുതുവീഞ്ഞെന്ന് പറയുന്നത് ഈശോ തന്നെയാണ്. യേശു കടന്നു വരുമ്പോഴാണ് അവിടെ സ്നേഹത്തിൻ്റെ സമൃദ്ധി ഉണ്ടാകുന്നത്. കാനായിലെ വിവാഹ വിരുന്നിലെ മേൽത്തരം വീഞ്ഞ് ഒരിക്കലും വറ്റാത്ത ഈശോയുടെ സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. യേശു നാഥനായി വാഴുന്ന കുടുംബത്തിലെ മാതാപിതാക്കളുടെ സ്നേഹം ആവോളം അനുഭവിച്ച് ആ സ്നേഹത്തിൽ വളരാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ കുടുംബങ്ങളിലെ മക്കളും വിശുദ്ധരായി മാറുന്നത്. യേശുവിൻ്റെ സാന്നിധ്യം അറിഞ്ഞു വളരുന്ന കുഞ്ഞുങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും പരിഗണിക്കാനും അവരുമായി പങ്കുവയ്ക്കാനുമുള്ള കഴിവ് ലഭിക്കുന്നു. എല്ലാ മാതാപിതാക്കന്മാരും വിശുദ്ധ യൗസേപ്പിനെയും പരിശുദ്ധ കന്യാമറിയത്തെയും പോലെ കുഞ്ഞുങ്ങളെ വിശുദ്ധിയിൽ വളർത്താനും അതുപോലെ തന്നെ എല്ലാ മക്കളും ഈശോയെ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്ന് വിശുദ്ധരായി മാറുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ക്രൈസ്റ്റ്.